പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയായിരുന്നു ഈ കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ. അതിൽ തന്നെ 10-18 മാസക്കാലത്തെ കുടിശ്ശികയായിരുന്നു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ആദ്യം വന്നപ്പോൾ ആദ്യം ചെയ്ത പണി ഈ കുടിശ്ശിക മുഴുവൻ 600 രൂപ പ്രകാരമുള്ള കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തു. പിന്നീട് പടിപടിയായിട്ട് അത് വർദ്ധിപ്പിച്ചു. അത് 1600 ആക്കി. ആ 1600 ഇപ്പോൾ 400 രൂപ കൂട്ടി 2000 ആക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ പ്രഖ്യാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയവും പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാട് ജനങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യം. 2000 രൂപ ഒരു കുടുംബത്തിലേക്ക് എത്തുകയാണ്. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന പ്രഖ്യാപനം നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ് 1600 നിന്ന് 2000 ഉയർത്തുന്നത്. ഒരു വീട്ടിൽ രണ്ടാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് 4000 രൂപ വരുമാനം കിട്ടുകയാണ്. പിന്നെ അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് സൗജന്യമായിട്ടുമുണ്ട്, അതുപോലെ തന്നെ അവർക്ക് സൗജന്യ നിരക്കിലുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജീവിക്കാൻ പ്രയാസപ്പെടാത്ത ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.